വചനോദയം. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. വചന വിചിന്തനം. അത്ഭുതപ്പെടുത്തുന്ന വിത്തിൻ്റെയും കടുകുമണിയുടെയും ഉപമയിലൂടെ മനുഷ്യരുടെയും മാനുഷ്യ സമൂഹത്തിലെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെയും സ്വഭാവത്തെയാണ് വിവരിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവരാജ്യം ഒരു വിത്തിനെ പോലെ സാവകാശം പൊട്ടിമുളയ്ക്കുകയും ഇലയും കതിരും ധാന്യമണികളുമാകുന്ന വളർച്ചയും ഫലങ്ങളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യം ആദ്യം ഹൃദയത്തിൽ രൂപപ്പെടുന്നത് ദൈവത്തോടും ദൈവഹിതത്തോടുമുള്ള ഒരുവൻ്റെ തുറവിയോടുകൂടിയാണ്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും ദൈവവചനത്തിൻ്റെ ആകർഷണത്താലും കൂദാശയുടെ സ്വീകരണത്താലും പ്രാർത്ഥനയുടെ ശക്തിയാലും അവ നമ്മളിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവഹിതം മനസ്സിലാക്കി അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ നാം ഭാഗഭാഗുക്കളാകുകയാണ്. വിത്തിന് അതിൻ്റെ അനുകൂലമായ സാഹചര്യത്തിൽ വളരാതിരിക്കുവാൻ സാധിക്കാത്തതുപോലെ അവൻ്റെ പദ്ധതിയോടും തുറവിയുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് നമ്മിൽ പൊട്ടിമുളയ്ക്കാതിരിക്കാൻ സാധിക്കുകയില്ല. വിത്തിൻ്റെയും കടുകുമണിയുടെയും വളർച്ച നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കുന്നത് പോലെയാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും. ദൈവരാജ്യ സ്ഥാപനം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്.